പെണ്ണേ നെഞ്ച് മെയ്യഴിയും ചിന്താരിതൾ. ഹലോ ഫാമിലി മെമ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് ഇതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? ഹൗ ഡെലീഷ്യസ്, യമ്മി. ഡു യു മിസ് ദ ഫുഡ്? നിങ്ങളുടെ ആക്ക എന്ത് വായി കാണിക്കുന്ന വേണ്ട ഇങ്ങനെയൊക്കെ കണ്ടത് വീഡിയോ എടുക്കാൻ അറിഞ്ഞതുകൊണ്ടല്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഒന്നും അല്ല കേട്ടോ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആണ്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് ആൻഡ് ഹോസ്റ്റലാണ്. നമ്മളെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് പെട്ടിയും കിടക്കയും എടുത്ത് പോവുകയാണ് വീട്ടിലേക്ക്. ലാസ്റ്റ് ഡേ. അപ്പം നമുക്ക് കുറച്ച് നോഡ്യൂസൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നോഡ്യൂ എന്ന് പറയുമ്പം അറിയായിരിക്കും എല്ലാവർക്കും, നമ്മൾ ഈ ഡ്യൂസ് ഒന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല എന്നറിഞ്ഞിട്ട് നമുക്ക് അവർ കുറച്ച് സൈനൊക്കെ ചെയ്ത് തരും. അതൊക്കെ ചെയ്ത് നമുക്ക് കൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. വെറുതെ നമുക്ക് പെട്ടിയെടുത്ത് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് മേടിക്കാൻ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നതാണ് അതിമനോഹരമായ ഞങ്ങളുടെ കോളേജും പരിസരവും. ഇതിന് ഇത്ര ഭംഗി ഉണ്ടായിരുന്നല്ലേ? ഇന്നാണ് എനിക്കത് കറക്റ്റ് മനസ്സിലായത്. ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ അക്കാഡമി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, അനാട്ടമി തൊട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പോയിട്ട് ഓർമ്മകളും കൂടെ അയവറക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡേ ആണല്ലോ, എല്ലാ ഓർമ്മകളും അയവറക്കി നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൈൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ മുന്നേ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്ന വഴിയിലൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വേറെ സുഖമുള്ള പരിപാടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണിത്. നമുക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ സംരക്ഷിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇത് ഏതോ വലിയ മൊയ്ലിയാരെ മക്ബറയാണ് അറിയപ്പെടുന്നത്. അപ്പോഴും ഉമ്മ ഓടുന്ന ഇറങ്ങി ഓടി. അമീനതെടുത്തിട്ട് കഴിഞ്ഞോ? പോകാം. കണ്ടറിയാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചിട്ടേക്കുക. കിട്ടിയ അവസരമൊക്കെ ഞങ്ങൾ മാക്സിമം തള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ കുറച്ച് നേരത്തെ മുന്നേ കണ്ടത്. ഇങ്ങനെയും കുറേ സ്ഥലങ്ങളുണ്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്ന് അറിയുന്നത്. നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ടെന്ന് ഇതിനകത്ത്. പക്ഷെ രസമുണ്ടല്ലേ, ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാവരും കണ്ടോളി. ഇവിടെയാണ് മരിച്ചവർ ജീവിക്കുന്ന സ്ഥലം, അനാട്ടമിയുടെ സ്വന്തം ഡിസെക്ഷൻ ഹാൾ. നമ്മൾ അവിടം വരെ വന്നു. അതിനുശേഷം നമ്മൾ കോളേജിലേക്ക് തന്നെ തിരിച്ചുപോയി. സൈനൊന്നും കിട്ടത്തില്ലെന്ന് അറിഞ്ഞു വെച്ചോണ്ട് നമ്മൾ കോളേജിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നെ നമ്മൾ കുറച്ച് കരച്ചിൽ സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കിട്ടിയപ്പോഴത്തേക്ക് കരച്ചിൽ ടാറ്റാ പറഞ്ഞിട്ട് എവിടെയൊക്കെ പോയി. പിന്നെ നമ്മൾ കിട്ടിയ സാധനവും കഴിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് ക്യാൻറ്റീനിലൊക്കെ. ഇവിടുന്ന് സൈൻ കിട്ടണം. ഇത് നമ്മൾ പിന്നെ സ്വന്തം സ്ഥലം. നമ്മൾ ഉള്ളിൽ കയറി നമ്മൾ ക്യാഷ്യറിൻ്റെ അടുത്ത് കയറി നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമിലുടക്കിയത്. പിന്നെ നമ്മൾ അവിടെ കണ്ട 2 ഫ്ലേവർ നുള്ളിപ്പറക്കി എടുത്ത് ഒരു ലിച്ചിയുടെ വെള്ളവും എടുത്ത് നമ്മളവിടെ പയ്യെ സൈഡിലോട്ടിരുന്ന് മാറിയിരുന്ന് അതങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ശരിക്കും കയറ്റം കയറി കൊണ്ട് നല്ല ക്ഷീണിച്ചിട്ടോ. പിന്നെ നമ്മളവിടെ കണ്ട മിഠായിയൊക്കെ നോക്കി ഇങ്ങനെ നമ്മൾ മേടിച്ചു. നമ്മളിപ്പോൾ ഇത്ര നമ്മളുടെ ടാസ്കിന് ഇത്ര കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കികൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഓർക്ക് എഴുന്നേറ്റിടം തൊട്ട് നടക്കുകയാണ്. പക്ഷെ നമ്മളെ ആർക്കും സൈൻ തരുന്നില്ല. ഞങ്ങളിട്ട് നടത്തിക്കുക. ഹൗ ക്രൂവൽ അല്ലേ? ഹൗ ക്രൂവൽ. അനാട്ടമി. ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്തായാലും സിയനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വരാം. അപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൈൻ കിട്ടാതായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ നിന്ന് എങ്ങനെ സൈൻ മേടിക്കാമല്ലോ. യെസ്, അതോടെ നമ്മൾ നഴ്സിംഗ് ഓഫീസിൽ സൈൻ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഫാർമസി പോകും. ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ ട്രിപ്പിലാണ് അല്ലേ? ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ പരിതാപകരമായിരുന്നു. അതെ 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 വളരെ വളരെ കറക്റ്റാണ്. അമീന ഓരോരുത്തരുടെ സൈഡ് ഇരിക്കണം. ആ ചേച്ചി ഇടിക്കാൻ വലിയ കാര്യം. ചോദ്യമൊക്കെ നോക്കണേ. ഞങ്ങൾ പറഞ്ഞാണ് ഒറ്റ മൈൻഡ് ഫുഡ് കഴിക്കാൻ. എങ്ങോട്ടാ വന്നത്? നമുക്ക് സ്ഥലത്തിന്റെ പേര് പോലും അറിയത്തില്ല. കെട്ടിയോട്ടേക്ക് പോകാൻ. സ്പെല്ലിംഗ് അറിയാം.
വെറൈറ്റി ഷവർമ കഴിക്കാൻ ബിരിയാണി വെറൈറ്റി ആയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇത് ഇവിടെ നോക്കണ്ട, ഇങ്ങോട്ട് നോക്കുന്നതിന് അറിയാൻ പാടില്ല. നമുക്ക് ബിരിയാണി മേടിക്കണ്ട, പകരം മന്തി വാങ്ങിക്കാതെ നമ്മളെ എത്തിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വരും. നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചാൽ എന്നാൽ പിന്നെ നമുക്ക് പുറത്ത് പോയി കഴിക്കാമല്ലോ. എന്തായാലും നമ്മളെല്ലാവരും ടാറ്റ പറഞ്ഞ് പോവാണ്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റ് വന്നു. അവിടെ വന്നിട്ട് നമ്മളൊരു മന്തിയൊക്കെ ഓർഡറാക്കി സൈഡിലോട്ട് അങ്ങോട്ട് മാറിയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇതിന് മണം കേട്ടിട്ടൊരു സുഖം വരുന്നില്ലല്ലോ. കറിവേപ്പിലിട്ട് നാശമാക്കിയ പോലൊക്കെ തോന്നുന്നു. കഴിച്ചിട്ട് വീണടങ്ങുന്നു. കൊള്ളത്തില്ലെന്ന് പറയാൻ വേണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത ഷവായ എന്ന് ഞാൻ പറഞ്ഞ കൊള്ളാവോ കൊള്ളത്തില്ലേ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇവന്മാർ രണ്ടുപേരും നമുക്ക് ടാറ്റ പറഞ്ഞിട്ട് കരച്ചിൽ പ്രകടനമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും നമ്മൾ കരയാതെ സീൻ ചിരിപ്പിച്ച് എല്ലാവരും പറഞ്ഞയച്ചിട്ടുണ്ട്, യാത്ര അയച്ചിട്ടുണ്ട്. ഓരോരുത്തർ പിരിഞ്ഞു പോകാൻ തുടങ്ങി ഗൈസ്. നമുക്കിനി പോയി കിടന്ന് ഉറങ്ങാം. ഇന്നലെ എവിടെ പോയായിരുന്നു? ഇന്നലെ വെറുതെ നടന്നതുകൊണ്ടല്ലേ ഇന്ന്? ആണോ? ഇനി ഇത്ര ക്യൂട്ട് എക്സ്പ്രഷൻ വാരി ഉതിർന്ന എന്തിനാ? ക്യൂട്ടിയാണോ? ബ്യൂട്ടിസം. അമ്മീനേക്ക് നാണക്കേട് വരുന്ന വെയിലുകൊണ്ട് അടിച്ചു പോണ് കണ്ണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോളേജിലേക്ക് പോയി. ശരിക്കും ഒരു ദിവസം നല്ല രസമുണ്ടായിരുന്നു. കോളേജിൻ്റെ പഠിക്കുന്നതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ, കോളേജിൻ്റെതായിട്ടുള്ള ഒന്നുമില്ലാതെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ളതാണെങ്കിൽ തിരിച്ച് ഹോസ്റ്റലിൽ വരിക. പറയൂ എന്നെ പറ്റി. ഇത്രയും നല്ലൊരു സീനിയർ കണ്ടു സ്വപ്നങ്ങളിൽ മാത്രം. ഒരു കാര്യമില്ലാണ്ട് വഴക്കുണ്ടാക്കിയ സീനിയറിനോട് പോകുന്നതിന് കരുതുന്നില്ലേ ഞങ്ങൾ. ഇതിനെ ഞാൻ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതാണ് എൻ്റെ സ്വന്തം ഫേവറേറ്റ് ആയിട്ടുള്ള ജൂനിയേഴ്സ്. ഇവൾമാരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് കുറച്ച് ഓർമ്മകളൊക്കെ അയവിറക്കി അങ്ങനെ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇട്ട് ഇവരൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. കോളേജിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരിൽ രണ്ടുപേരാണ് ഇവര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പറഞ്ഞങ്ങ് ഓടിക്കേറി. അന്നേ ഈ കൊച്ചിനെയൊക്കെ നോട്ടിട്ട് വെച്ചേക്കുവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ പോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചല്ലായിരുന്നു പോയത്. ഓരോരുത്തരും പല ദിവസമായിട്ടായിരുന്നു പോയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പൻസേഷനൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് തീരുന്നതനുസരിച്ച് ഞങ്ങൾക്കാർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ പോയപ്പോൾ നല്ല വിഷമമായി. ഒരിക്കലും കരഞ്ഞുകൊണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കരയേണ്ട വന്ന് എന്തൊക്കെയോ നമ്മളെ ഇവിടെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു തോന്നൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം.